വയ്ക്കുക. അതായത് ഈ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന സംഭവം അടുത്ത കാലത്താണ് ജനങ്ങൾക്ക് മനസ്സിലായത്. ആദ്യം ജനങ്ങൾക്ക് ഭൂമി എത്ര ഉണ്ടായിരുന്നു എന്നും അമേരിക്ക ഉണ്ടോ ഇല്ലെന്നുള്ളതും ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പേ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് ലോകം ഗോളമാണെന്നും ഭൂമി ഗോളമാണെന്നും ഇതിൽ ദിവസം ഒരു സ്ഥലത്ത് മാറുന്നുണ്ടെന്നും മനസ്സിലായത്. അതായത് നമുക്ക് എളുപ്പത്തിൽ മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ ദിവസവും ദുഹർ നമസ്കരിക്കുമ്പോൾ 6ാമത്തെ ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം വന്നാൽ ലോകത്തെവിടെയും ദുഹർ നമസ്കരിക്കില്ല, ജുമാ നമസ്കാരമാണ് വരുന്നത്. ഈ ജുമാ നമസ്കാരം വന്നു കഴിഞ്ഞാൽ ആ ജുമാ നമസ്കാരം ലോകത്ത് 24 മണിക്കൂർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനുശേഷം ജുമാ പോവുകയും പിന്നെ 2ാമത്തെ ദുഹർ വരികയും ചെയ്യണം. അപ്പോൾ എന്തായി, ഈ ദുഹറും ജുമായും ലോകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും മാറുന്നുണ്ട് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഈ മാറുന്ന സ്ഥലം എവിടെയാണ് എന്നതിലേക്ക് വന്നാൽ ഈ ഡേറ്റ് ലൈനിൽ തന്നെയാണ് ഇത് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ലൈൻ ഇസ്ലാമികമാണ്, ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമാണിത്. അത് പാലിക്കേണ്ടവർ നമ്മൾ തന്നെയാണ്. മറ്റാർക്കും അതിൽ ഇബാദത്തൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ ഈ ഡേറ്റ് ലൈനുമായിട്ടുള്ള ഇബാദത്തുള്ളൂ. അതുകൊണ്ട് ഇത് ശരീഅത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്.